അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിൽ കൊണ്ടുവന്നിരിക്കുന്നത് 97 മോഡൽ RXZ ആണ്. അപ്പോൾ ഒരു 90കളിലെ ആ ഒരു കാലഘട്ടത്തിലേക്ക് ഒരു ചുണക്കുട്ടൻ എന്ന് തന്നെ പറയാം. റോഡ് ഭരിച്ചിരുന്ന ഒരു രാജാവ് തന്നെയാണ് നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, ബാക്കിലിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഇതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ, എന്നാലും കുറച്ച് റീച്ച് കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. അതിന് മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പേജ് wheelz ഫോളോ ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. I got the juice like a snow cone, ice in my veins and a cold flow. I'm getting cash overseas by the boatload. You wanna ride my wave? That's a no-go. Shake it, shake. Senoritas going loco. Shake it, shake. Make it bounce like a pogo. All my haters see rojo. They big mad cause they coming up short like Frodo. Activate the beast mode. I keep it hot, give your brain a heat stroke. You ain't a big shot, you some basic B-roll. The world is mine like my name's Pacino. Hey, it's Nico. I guess I'm back. Catch me in the fast lane on the right track. സോ നമുക്ക് ആദ്യം തന്നെ വണ്ടിയുടെ എല്ലാ വീഡിയോയിലത്തും പോലെ തന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ വണ്ടി ഇങ്ങനെ ഫുൾ റീസ്റ്റോർ ചെയ്ത് ആ പെയിൻറ്റ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തു. അടിപൊളിയായിട്ട് വണ്ടി വെയിലത്തേക്ക് ഇരിക്കും, വണ്ടി ഇങ്ങനെ തിളങ്ങുവാണ്. അടിപൊളി പെയിൻറ്റിങ് വർക്കൊക്കെ അടിപൊളി കേട്ടോ, ഭയങ്കര രസമായിട്ട്. ഇവിടെ എറണാകുളത്താണ് ഇതിൻ്റെ വർക്ക് ചെയ്തത്. അപ്പം ഞാൻ ഫുൾ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോ അടിയിട്ടേക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ ഒരുപാട് അപ്ഡേഷൻസ് ചെയ്തിട്ടുണ്ട്, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ പറയാം. ആദ്യം തന്നെ ഫ്രണ്ടിൽ ഈ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതൊരു ഓമിനിയുടെ ഹെഡ്ലൈറ്റാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അകത്ത് വന്നിരിക്കുന്ന LED ഹെഡ്ലാമ്പും ഇതിൻ്റെ ഹെഡ്ലാമ്പ് യൂണിറ്റും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ബാക്കി നമുക്ക് ഈ കിറ്റൊക്കെ വരുന്ന ഫുൾ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഇരിക്കുന്നത് കേട്ടോ. അതുപോലെ നമുക്ക് വണ്ടിയുടെ സൈഡിൽ ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇൻഡിക്കേറ്ററൊക്കെ നോക്കി പുതുപുത്തനായിട്ട് വെച്ചേക്കാം കേട്ടോ, അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇതിന് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ വരുന്ന ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെയാണ്. നമുക്കിവിടെ ഹെഡ്ലൈറ്റിൻ്റെ മേളിലായിട്ടൊരു യമഹയുടെ ബാഡ്ജിങ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴേക്ക് വേണമെങ്കിൽ ഇവിടെ എസ്കോട്ട്സ് എന്നൊരു ബാഡ്ജിങ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇനി ഫ്രണ്ടിൽ എന്താ ഒരു അപ്ഡേഷൻസ്, അതായത് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ലെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ സ്റ്റെമ്പിൻ്റെ ഭാഗത്താണ് നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ വീലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിനകത്തൊരു വലിയൊരു അപ്ഡേഷൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം RXZ ഡിസ്ക് ബ്രേക്ക് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളത്തെ പരിശ്രമവും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ പുറയിലുള്ളത്. അപ്പോൾ നമുക്കിവിടെ മോജോയുടെ ഡിസ്ക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാലിപ്പർ വന്നിരിക്കുന്നത് RTൻ്റെ കാലിപ്പറാണ്. അപ്പോൾ ഫുള്ളി വർക്കിംഗ് കണ്ടീഷനാണ് ഈ സംഭവം ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ ഈ സ്റ്റമ്പിൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അതിനകത്ത് ഇവിടെ നമുക്കൊരു 2 സ്ട്രോക്ക് സ്റ്റേ യൂണിക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിലെ കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ നമുക്ക് അത് ആക്സിലേഷൻ്റെ ഭാഗത്തേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് നമുക്ക് വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ വണ്ടി വേറെ ലെവലാണ്, ഒരു രക്ഷയിലാട്ടോ. പെയിൻറ്റ് സ്കീം ഈ ഗ്രീൻ പെയിൻറ്റ് എനിക്ക് ഒരാൾ ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി ഒരു പുത്തൻ വണ്ടി എങ്ങനെ ഷോറൂമിൽ നമ്മൾ എടുക്കണം ആ രീതിക്കാണ് ഇപ്പോൾ ഇവിടെ പണിത് റിസ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത്ര നന്നായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സൈഡിൽ നമുക്ക് ആദ്യമായിട്ട് നോക്കുവാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് കാണാൻ സാധിക്കും. നമ്മൾ ഡൊമിനാറിന് ആഫ്റ്റർ മാർക്കറ്റായിട്ട് എടുത്തു വെക്കുന്ന ഒരു ക്രാഷ് ഗാർഡാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചേസിൽ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സമയം എടുത്ത് തരില്ല. ഈ വണ്ടി മൊത്തം ഇത്രയും പണി തിറക്കാനായിട്ട് 1 ഇയർ ടൈം എടുത്താണ് ഇതിൻ്റെ ഓണർ പറഞ്ഞത്. അപ്പോൾ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു കഷ്ടപ്പാടാണ്. അപ്പോൾ നമുക്കത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അവിടെ തൊട്ട് താഴേക്ക് നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല 2 സ്ട്രോക്ക് പവർഫുൾ ആയിട്ടൊരു എഞ്ചിനാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ വണ്ടി സെമി പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് ആ പവർ എത്രയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ അതുപോലെ നമുക്ക് വണ്ടിയുടെ ക്ലച്ചിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ക്ലച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പവർ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ നോർമൽ ഒരു സ്റ്റോക്ക് ഈ ഒരു RXZ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ റേസ് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കാണാൻ പറ്റില്ല, കാരണം അതുപോലെ പവറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ വണ്ടിയുടെ എക്സോസിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ, അടിപൊളി എക്സോസ്റ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഒരു ക്രോമിയം ഫിനിഷ് ഇവിടെ കിടന്ന് തിളങ്ങുകയാണ്. കാരണം ഇപ്പോൾ ഒരു വെയിലുള്ള സമയമാണ്, വെയിൽ കുറഞ്ഞ കാര്യം പറഞ്ഞാൽ എന്നാലും നല്ല രീതിയിൽ തിളങ്ങുന്നുണ്ട്. കാരണം ഈ എക്സോസ്റ്റ് ചെയ്തിരിക്കുന്ന തൃശ്ശൂർ ചേംബർ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള, അതായത് RX ഒക്കെ ഉള്ള, അതായത് 2 സ്ട്രോക്ക് ഉള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നൊരു മനുഷ്യനാണ് പുള്ളി. അപ്പോൾ ആ പുള്ളിയാണ് ഈ ഒരു ഇത് കസ്റ്റം മെയ്ഡായിട്ട് ഈ ഒരു എക്സോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ചേംബർ പ്രശാന്താണ് ഈ ഒരു സംഭവം ഇത്രയും ആക്കിയെടുത്തത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ ബാക്ക് സൈഡിൻ്റെ ഭാഗത്തേക്ക് വരിക. ബാക്ക് സൈഡ് ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. ഇവിടെയും ബാക്ക് സൈഡിലും ഡിസ്ക്കാണ് വന്നിരിക്കുക. അപ്പോൾ ഡ്യുവൽ ഡിസ്ക്കാണ് വണ്ടി. അപ്പോൾ ഫ്രണ്ടും ബാക്കും നമുക്കൊരു ഡിസ്ക്കാണ്.
അപ്പോൾ നമുക്ക് ബാക്ക് സൈഡ് ഡിസ്കിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സെഞ്ചുറിയുടെ റിയർ ഡിസ്ക്കാണ് ഇതിന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആർടിആറിൻ്റെ സെയിം കാലിപ്പർ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നമുക്കിനി വണ്ടിയുടെ ടയറിൻ്റെ ഭാഗത്തേക്കാണ് SGയുടെ ഈ ഒരു റിമ്മ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ ബാക്കിൽ റിയർ ഡിസ്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതുണ്ട് നമുക്കിവിടെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഒരു പീസൊക്കെ എക്സ്ട്രാ സെറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് വെക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സംഭവങ്ങൾ വേണമായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഈ സിലിണ്ടറൊക്കെ ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിലിണ്ടർ കൊണ്ടുവന്നു. അതുപോലെ ബ്രേക്കൊക്കെ ഫുള്ളി ഫങ്ഷനായിട്ട് ബാക്ക് ബ്രേക്കും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ബാക്കിൽ സസ്പെൻഷൻ്റെ കാര്യമാണ്. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ആർടിആറിൻ്റെ സെയിം സസ്പെൻഷൻ കാര്യങ്ങളാണ് ഇവിടെ ബാക്കിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഏറ്റവും പുറകിലേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ഡൊമിനാറിൻ്റെ തന്നെ ആഫ്റ്റർ മാർക്കറ്റ് മേടിക്കാൻ കിട്ടുന്ന ഒരു ക്രാഷ് കാർഡ് ഈ ബാക്കിലും കൊടുത്തിട്ടുണ്ട്. ഇത് അതുപോലെ തൊട്ട് മേളിലേക്ക് വേണമെങ്കിൽ സ്റ്റോക്ക് ബാക്ക് റെസ്റ്റിൽ ഡ്യൂക്കിൻ്റെ ബാക്ക് കാരിയറാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതൊക്കെ വെൽഡ് ചെയ്തിട്ടുണ്ടോ, ഇത് നമ്മളിവിടെ വെൽഡ് ചെയ്താണ് ഈ സംഭവം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ തൊട്ട് താഴേക്ക് വരാം. നമുക്ക് ബ്രേക്ക് ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. ബ്രേക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് തന്നെയാട്ടോ. അതിനകത്തൊന്നും യാതൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. അതൊക്കെ സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ഫുൾ ആ ഒരു അതായത് RXZൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു പഴയ കാല ഓർമ്മകൾ അതൊക്കെ അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. അതിൻ്റെ ലുക്ക് വൈസ് നമുക്ക് വേറെ മാറ്റങ്ങൾ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വണ്ടിയുടെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് പെർഫോമൻസിൻ്റെയും വണ്ടിയുടെ ആ ഒരു പവറിൻ്റെ കാര്യത്തിലേക്കാണ് വണ്ടിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ലുക്ക് വൈസ് പഴയ ആ ഒരു നമ്മുടെ 90s ഫീലിംഗ് തന്നെയാണ് ഇപ്പോഴും ഈ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് പ്രൊഫൈലിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൻ്റെ എക്സാക്ട് സെയിം തന്നെയാണെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാനുണ്ട്. ഇതിവിടെ വന്നിരിക്കുന്ന ഒരു 5 സ്പീഡിൻ്റെ കവറിങ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഞ്ചിന് വന്നിരിക്കുന്നത്. പക്ഷേ ഇതൊരു 4 സ്പീഡ് ബൈക്കാണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ അത്രയാണ് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. അതുപോലെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇനി നമുക്ക് അവിടുന്ന് വണ്ടിയുടെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരാം. മീറ്ററിൻ്റെ അല്ലെങ്കിൽ നമുക്കിവിടെ ഫ്രണ്ട് അകത്തേക്ക് വരാം. അകത്ത് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്രോട്ടൈപ്പിൻ്റെ ഹാൻഡ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. പുതിയ രീതിയിലുള്ള ക്ലച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ സംഭവങ്ങളെല്ലാം ഫുള്ളി വർക്കിംഗ് ആട്ടോ. അതുപോലെ തന്നെ നമുക്കിവിടെ മീറ്ററിൻ്റെ ഭാഗത്തേക്ക് വരുന്ന ഫുള്ള് സ്റ്റോക്ക് കണ്ടീഷിക്കുന്ന മീറ്ററാണ്. അതിനകത്ത് യാതൊരു കാര്യങ്ങളും മാറ്റിയിട്ടില്ല. ഇവിടെ നമുക്ക് ഇഗ്നിഷൻ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഹാൻഡിൽ ബാറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഹാൻഡിൽ ബാർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് നമുക്ക് ഓടിക്കാനൊക്കെയാണ് നല്ല കംഫർട്ട് വരുന്ന രീതിയിലുള്ള ഹാൻഡിൽ ബാറാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് റൈറ്റ് സൈഡിലേക്ക് വരുവാണെങ്കിൽ റൈറ്റ് സൈഡിൽ നമുക്കിവിടെ ഒരു ക്വിക്ക് ത്രോട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഡൊമിനോയുടെ ക്വിക്ക് ത്രോട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത്. നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാര്യങ്ങൾ നമുക്ക് ത്രോട്ടിൻ്റെ ഭാഗത്തേക്കും തരുന്നുണ്ട്. കാരണം ഡൊമിനോയുടെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും, എല്ലാവർക്കും തന്നെ പലരും ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നൊരു സംഭവമാണ് ഡൊമിനോയുടെ ത്രോട്ടിൽ. അത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു എയർ ഇൻടേക്കിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ റേസിന് പോകുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ല രീതിയിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമുക്കിവിടെ വണ്ടിയുടെ മിററിൻ്റെ ഭാഗത്തേക്കാണ് സ്റ്റോക്ക് കണ്ടീഷനിലെ മിററാണ് നമുക്ക് റൈറ്റും ലെഫ്റ്റും ഇരിക്കുന്നത് കേട്ടോ. ആ ഒരു പഴയ കാലത്തെ ഓർമ്മകളിൽ നിന്ന് ഒന്നും മായ്ച്ചു കളയാത്ത രീതി തന്നെയാണ് എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. മോഡൽ RX നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അനുഭവിച്ചറിയണ്ടേ. അപ്പോൾ ഒന്ന് ഓടിച്ച് വയ്ക്കാം. അപ്പോൾ എന്നെ ഹെൽമെറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. സേഫ്റ്റി ഈസ് ഫസ്റ്റ്. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ മുമ്പ് ഈ പെർഫോമൻസ് കാഴ്ചവെച്ച വണ്ടിയുടെ ഓണറും ഇപ്പോൾ ഇത്ര നേരം പെർഫോമൻസ് ചെയ്ത പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ നിൽക്കുന്ന ജോയ്സൺ ആണ് വണ്ടിയുടെ ഓണർ. അപ്പോൾ നമുക്ക് ഹൈ ജോയ്സൺ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതാണ്. പക്ഷേ കുറേ സാഹചര്യങ്ങളുടെ പ്രശ്നങ്ങൾ മൂലം നമുക്ക് സാധിക്കാണ്ട് വന്നു. അപ്പോൾ ഇന്നാണ് അതിന് സമയം കിട്ടിയത്. അപ്പോൾ എന്തായാലും താങ്ക്സ് ബ്രോ. വീഡിയോ ഓക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയും പുതിയൊരു ബൈക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.